നമുക്കൊപ്പം ശ്രീ സനന്ദൻ എന്നാണ് മകൻ്റെ പേര്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. സനന്ദൻ, നമസ്കാരം. ഞാൻ താങ്കളുടെ പ്രതികരണം കേൾക്കുകയായിരുന്നു. എനിക്കൊപ്പം ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി കൂടിയുണ്ട്. അവർക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലൊന്നും നടപടിക്രമങ്ങൾ പാലിച്ചാണെങ്കിൽ തടസ്സമില്ല എന്നാണ് ശ്രീ RV ബാബുവും എന്നോട് പറയുന്നത്. എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ ശ്രീ സനന്ദൻ, ഈ സമാധിയാവുന്നതിന് മുൻപ് അച്ഛൻ ഇങ്ങനെ സമാധിയാകാൻ പോകുന്ന കാര്യം നിങ്ങൾ ആരെയെങ്കിലും അറിയിച്ചിരുന്നു? സമാധിയാകുന്നതിനുള്ള കാര്യം അത് സാറ് ഉദ്ദേശിക്കുന്നത് തീയതിയാണോ? അല്ലല്ല, ഇങ്ങനെ സമാധിയാവാൻ പോവുകയാണ് എന്ന വിവരം അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങൾ മറ്റാരെയെങ്കിലും അറിയിച്ചിരുന്നോ? ആരെയെങ്കിലും? ഇല്ല. അതെന്താ അറിയിക്കാഞ്ഞത് സനന്ദൻ? അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ബലം കിട്ടിയേനെ. അതെന്താ അറിയിക്കാതെ പോയത്? സാർ ഇതിപ്പോ അച്ഛന് ഞാൻ ആദ്യം മുതൽ ഞാൻ പറഞ്ഞു തരാം. അച്ഛൻ സമാധിയാകുന്ന കാര്യം 3 ദിവസത്തിന് മുന്നേ തന്നെയാണ് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം അച്ഛൻ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകുന്ന പൂജയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എൻ്റെ അനുജൻ പോറ്റിയാണ്. അപ്പോൾ ഞാൻ പോറ്റിയല്ല, അനുജൻ പോറ്റിയാണ്. അപ്പോൾ അനിയൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ ഞാൻ ഋഷിപീഠത്തിൽ ഞാൻ സമാധിയാവാൻ പോവുകയാണെന്ന് അനിയനോട് പറഞ്ഞായിരുന്നു. പിന്നെ എന്ത് പറയും, ഈ കാര്യം ഇപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് നമ്മളിപ്പോൾ സമാധിയാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു വിശ്വാസത്തിന്റെ ചടങ്ങാണെങ്കിൽ ആ ചടങ്ങുകളൊക്കെ ഉണ്ടാവണം. അങ്ങനെ ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടായോ? പ്രത്യേകിച്ച് അച്ഛൻ സമാധി ആയതിനു ശേഷം സമാധി ചടങ്ങുകളോടെ തന്നെയാണ് അച്ഛനെ സമാധി ചടങ്ങുകൾ ചെയ്തത്. കർപ്പൂരം, ഭസ്മം, സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം ഇട്ട് തന്നെയാണ് ഞാനും അനുജനും തന്നെയാണ് ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും മാത്രം, ബാക്കി ആരെയും വിളിച്ചില്ല? ഇല്ല. ഓക്കെ. 3 ദിവസം മുമ്പ് അമ്മയോട് പറയുന്നു, പിന്നെ അനുജനോട് പറഞ്ഞു സമാധിയാവാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചു, അതിനുശേഷം ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചു. ഈ അസുഖങ്ങളൊക്കെ അലട്ടിയിരുന്നു അച്ഛനെ? സാറേ, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ ഒരു ആരോഗ്യക്കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് ഇപ്പോൾ പ്രായത്തിന്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് സ്പീഡായിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല. അച്ഛൻ നടക്കുമായിരുന്നു. അദ്ദേഹം നല്ല അധ്വാനിയായിരുന്നു സമയങ്ങളിലെല്ലാം ലോഡിംഗ് ഒക്കെ ചെയ്തിരുന്നു പണ്ട്, അല്ലേ, ചെറുപ്പകാലത്ത്? ഒരു കേരള ചുമട്ട് തൊഴിലാളിയും കൂടെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൊച്ചിലുള്ള ജീവിതം സന്യാസ ജീവിതമായിരുന്നു. നമുക്ക് മരുത്തോമലയിൽ അച്ഛനൊരു ആശ്രമമുണ്ട്. ആ ആശ്രമം അച്ഛന് ഇവിടെ ക്ഷേത്രം ചെയ്തതിനു ശേഷം അയ്യാ വൈകുണ്ഠർക്ക് അവർക്കത് വിട്ടുകൊടുക്കുകയും ചെയ്യായിരുന്നു. പിന്നെ അവിടെ സമാധി ചടങ്ങുകൾക്കും അച്ഛൻ പോകുമായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ അതിനുശേഷം ഇവിടെ ക്ഷേത്രം പണിയുന്നു. അത് ഞാൻ അന്വേഷിച്ചിരുന്നു. ക്ഷേത്രം പണിഞ്ഞു, ആളുകളൊക്കെ സഹകരിച്ചു, നാട്ടുകാരടക്കം ഇഷ്ടികയൊക്കെ കൊണ്ടുവന്ന കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. എനിക്കറിയേണ്ടത്, ഈ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അസുഖം എന്തെങ്കിലും വാർദ്ധക്യ സഹജമായ അസുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഉണ്ടായിരുന്നുള്ളൂ. അതെ. ഓക്കെ. അപ്പം മരിക്കാൻ എത്ര വയസ്സുണ്ടായിരുന്നു ആ സമയത്ത് സനന്ദൻ അച്ഛന്? അച്ഛൻ 73-74 വയസ്സ് വരും. അപ്പോൾ ഈ സമാധിയാവാൻ പോകുന്നു പറഞ്ഞപ്പോൾ താങ്കളോട് പറഞ്ഞിരുന്നോ അച്ഛൻ? അനുജനോട് പറഞ്ഞ കാര്യം അനുജൻ താങ്കളോട് പറഞ്ഞിരുന്നോ? ഇങ്ങനെ അച്ഛൻ സമാധിയാവാൻ പോവുകയാണ്, അപ്പോൾ അങ്ങനെയാണോ താങ്കളും ആ വീട്ടിലേക്ക് വരുന്നത്? അച്ഛൻ സമാധിയാകുന്ന കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാര്യം 5 വർഷത്തിന് മുന്നേ ഈ ശിവക്ഷേത്രത്തിൻ്റെ വിഗ്രഹങ്ങൾ എടുക്കാൻ പോയ സമയത്ത്
അവിടെ ഈ നമ്മുടെ എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല, അനുജനോട് ചോദിച്ചാൽ തന്നെ അറിയാം. ഈ പത്മാസനത്തിലിരിക്കുന്ന പീഠവും അതിൽ കരിങ്കൽ കൊണ്ടുണ്ടാക്കിയ ഈ നമ്മുടെ കരിങ്കല്ലിൽ തീർത്ത സ്ലാബും അച്ഛൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു 5 വർഷത്തിന് മുന്നേ. മക്കൾ, ഇത് ഞാൻ സമാധിയാകുമ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ സമാധി ചടങ്ങുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം വേറെ ഒന്നുമല്ല. അതിനു മുന്നേ എനിക്ക് ഒരു കാര്യം കൂടെ സാർ എനിക്ക് പിന്നെ നമുക്ക് ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് അതിനകത്തൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാ. താങ്കൾ ഈ വിവരം അനുജൻ പറഞ്ഞല്ലേ അറിയുന്നത്, അച്ഛൻ ഇങ്ങനെ സമാധിയാവാൻ പോയി എന്നുള്ള വിവരം? തീർച്ചയായിട്ടും. അപ്പൊ താങ്കൾ ആ വീട്ടിലുണ്ടായിരുന്നു? കമ്പനിയിൽ അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അനിയൻ എൻ്റെ അടുത്ത് ഇല്ല ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുജൻ എന്നെ വിളിച്ച് പറയുമായിരുന്നു, ഇതുപോലെ അച്ഛൻ അത്യാവശ്യമായിട്ട് കാണണം, ഒന്ന് വീട് വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ താങ്കൾ എത്തി? അപ്പം ഞാനവിടെ കമ്പനിയിൽ ലീവ് ചോദിച്ചിട്ട് ഞാൻ എത്തിയായിരുന്നു വീട്ടിൽ. അപ്പൊ ആ സമയത്ത് അച്ഛൻ ജീവനോടെ ഉണ്ടോ, സമാധിയായിരുന്നു ആ സമയമായപ്പോൾ? ഞാൻ വന്നപ്പോൾ ഇപ്പം അച്ഛൻ്റെ അടുത്ത് അമ്മയും അനിയൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു, രാജസൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛാന്ന് ഞാൻ വിളിക്കുകയും അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അച്ഛൻ ഇരിക്കുകയായിരുന്നു. ഈ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുകയായിരുന്നു അല്ലേ? അതായത് ഈ സമാധി സ്ഥലത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. സാർ, കല്ലറ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ധ്യാനത്തിനിരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ഒരു ഋഷിപീഠം ഉണ്ടായിരുന്നു. അത് ഓപ്പൺ പ്ലേസ് ആയിരുന്നു സാറ്. അത് ശരി. ഒരു ഓപ്പൺ പ്ലേസ് ആയിരുന്നു. അതൊരു ഋഷിപീഠമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആലിന്റെ മൂട്ടിലാണ് അത് ഋഷിപീഠം ചെയ്തിട്ടുള്ളത്. ഏകദേശം എത്ര സമയമായി കാണും ആ ഋഷിപീഠത്തിൽ ഇരുന്ന്? ആ ഋഷിപീഠത്തിൽ താങ്കൾ കാണുന്ന സമയം ഏകദേശം എത്ര സമയമായി കാണും? ഞാൻ കാണുന്നത് കമ്പനിയിൽ നിന്ന് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഉച്ചയായി സാർ. 12:30 ഒക്കെ കഴിയും. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആകെ ഇതായിപ്പോയി. ഈ അച്ഛൻ സമാധിയായി എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ കാര്യം താങ്കളും താങ്കളുടെ സുഹൃത്തുക്കളെ അടുത്തൊക്കെ പറഞ്ഞിരുന്നോ? ഈ കമ്പനി പറഞ്ഞിരുന്നോ താങ്കൾ ലീവ് കൊടുക്കുന്ന സമയത്ത്? ഞാൻ അച്ഛന് സുഖമില്ല എന്ന് മാത്രം പറഞ്ഞു. അച്ഛന് സുഖമില്ല എന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വീട്ടിൽ വന്നപ്പോഴേക്ക് അച്ഛൻ സമാധിയായി എന്നുള്ള വിവരം അറിയുന്നു. ആ സമയത്ത് താങ്കൾ അച്ഛൻ ഇങ്ങനെ ഋഷിപീഠത്തിൽ ഇരിക്കുന്നത് കാണുന്നു. ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്, അതായത് സഹോദരനും സഹോദരന്റെ ഭാര്യയും അമ്മയും ഉണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ. അതിനുശേഷം പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ആ സമയത്തൊന്ന് ബാക്കി നാട്ടുകാരെയോ ബന്ധുക്കളെയോ ഒക്കെ അറിയിക്കണ്ടേ? ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ സമാധിയായി എന്നുള്ള വിവരം അറിയിക്കണ്ടേ? ഇത് എങ്ങനെയാണ് അച്ഛൻ സമാധിയായ വിവരം അറിഞ്ഞത്? ആരാണ് പരിശോധിച്ചത്? നിങ്ങൾ ആരെങ്കിലും ആണോ? കാര്യം അച്ഛൻ അസുഖം കൂടി ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. സാർ ഇപ്പം ഓക്കെ ഞാൻ പറയാം സാർ. അത് ഞാൻ വന്ന് ഞാൻ എന്തായാലും അനിയൻ വിളിച്ചിട്ട് ഞാൻ വന്നല്ലോ വീട്ടിൽ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതുപോലെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, രാജസേന അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛാന്ന് ഞാൻ വിളിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ ഷോൾഡറിലിട്ട് കുലുക്കുകയാണ്. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ കയ്യെ പിടിക്കുകയാണ്. അപ്പം അച്ഛൻ്റെ കൈയൊക്കെ ഇച്ചിരി ഹാർഡായിട്ടുണ്ട്. വലിയ ഹാർഡല്ല, ചെറുതായിട്ട് ഹാർഡായിട്ടുണ്ട്. അത് പോയിട്ട് ശ്വാസം മൂക്കിലില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വയറാനൊക്കെ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ അച്ഛാന്ന് കുറേ പ്രാവശ്യം വിളിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നു അച്ഛൻ ശ്വാസമൊന്നുമില്ല, സമാധിയായിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഒന്ന് അറിയിക്കണ്ടേ? ഒരു സമാധിയായോ അല്ലെങ്കിൽ മരണപ്പെട്ടോ ഇല്ലയോ എന്നുള്ള വിവരം ഒന്ന് ഉറപ്പിക്കേണ്ടിയിരുന്നില്ലേ? അങ്ങനെ ഉറപ്പിക്കാൻ പറ്റിയോ? ശരിയാണ് സാറേ. ഞാൻ ഇനി പറഞ്ഞു തരാം. ഇപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
എൻ്റെ സമാധി ചടങ്ങുകളിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം ഈ ചടങ്ങുകളെല്ലാം നടത്തിയാൽ മതി, വേറെ വെളിയിലുള്ള ആരും വേണ്ട. എൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെയും അറിയിക്കുകയോ എന്തായാലും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അച്ഛൻ സമാധി ആയത് അച്ഛൻ പറയുന്നത് പോലെയാണ് ഞങ്ങൾ അനുസരിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ കർമ്മം മക്കൾ തന്നെയാണ് നല്ല രീതിയിൽ ചെയ്തതും അച്ഛൻ്റെ ആഗ്രഹം മക്കൾ തന്നെയാണ് നിറവേറ്റി കൊടുത്തിട്ടുള്ളതും. ഇപ്പോൾ ഈ നോട്ടീസ് അച്ഛൻ്റെ സമാധി ചടങ്ങുകൾക്ക് ശേഷം 3:30 മണിക്ക് ഞാൻ തന്നെയാണ് സാർ നോട്ടീസ് അങ്ങ് 12:30 എത്തുന്നു. ആ സമയം ആവുന്നതിന് മുമ്പ് അച്ഛൻ സമാധി അടയുന്നു. അതിനുശേഷം ഈ സമാധി പീഠത്തിൽ നിന്ന് ഈ ഋഷിപീഠത്തിൽ നിന്ന് അച്ഛനെ താഴേക്ക് ഇറക്കുന്നു അല്ലേ നിങ്ങൾ? ഇല്ല, ഋഷിപീഠത്തിൽ സമാധി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ കുളിച്ചിട്ടാണല്ലോ രാവിലെ ക്ഷേത്രത്തിൽ കയറുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ കയറുന്നത്, അപ്പോൾ അതിന് ശേഷമാണല്ലോ ഇരുന്ന് ധ്യാനം ചെയ്യുന്നത്. ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സമാധി ആകുമ്പോൾ അവിടെ നനക്കാൻ പാടില്ല. അതാണ് അതിൻ്റേതായിട്ടുള്ള ഹിന്ദു ആചാരം അനുസരിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ നിന്ന് സമാധി ആയ സ്ഥലത്ത് അവിടെ തന്നെയാണ് ഇരുന്നത്. പിന്നെ അതിനുശേഷം ഒരു അനക്കൊന്നും നമ്മൾ അനക്കിയിട്ടൊന്നുമില്ല. അതിനുശേഷം എന്താ ചെയ്തത്? അതിന് മുകളിലേക്ക് സ്ലാബ് വെക്കുകയായിരുന്നോ ചെയ്തത്? അതിൻ്റെ പണി പൂർത്തിയാക്കി അല്ലേ? പിന്നെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാർ, അത് 3 സൈഡ് ഓപ്പൺ അല്ലേ, 3 സൈഡ് ഓപ്പൺ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ചുടുകല്ല് കൊണ്ടിട്ട് സൈഡ് കെട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഭസ്മവും കർപ്പൂരവും അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ, അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 സൈഡും കെട്ടിയിട്ട് മാത്രമാണ് ചെയ്തത്. അതിനുശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ 2 പേരും അച്ഛൻ്റെ ആഗ്രഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അല്ല, ആ സമയത്ത് ഡോക്ടറെ കാണിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിക്കാനോ അച്ഛൻ്റെ ആഗ്രഹം അതായതുകൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് അല്ലേ? അതെ. ഓക്കെ, താങ്കൾ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നിയിരുന്നോ? ഇല്ല സാർ, സമാധി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതൊന്നുമല്ല. ഇതിപ്പോൾ സമാധിയെക്കുറിച്ച് അനുജന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ആ പൂജാവിധി ഇപ്പോൾ സൂര്യ ടി വിയിലുള്ള പുതുമന നമ്പൂതിരിയുടെ അടുത്ത് നിന്നാണ് അനിയൻ പൂജാകർമ്മങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഇതിന് ശേഷം താങ്കൾ പിന്നീട് എന്താ സംഭവിച്ചത്? കല്ലുകളൊക്കെ ചുറ്റും വെച്ചു, സമാധിയായെന്ന് അറിയുന്നു, കൈ ശ്വാസം വരുന്നില്ല എന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം ഈ ഋഷിപീഠത്തിന് ചുറ്റുമായിട്ട് നിങ്ങളൊരു സ്ലാബ് വെച്ച് അത് ഒരുക്കുന്നു. വൈകുന്നേരം വരെ നിങ്ങൾ അവിടെ പരിപാടികളൊക്കെ ചെയ്തു അല്ലേ? അങ്ങനെ പൂർണ്ണമായിട്ടും ഇല്ല സാർ, സ്ലാബ് മൂടുന്നതും എല്ലാം ഈ ഉടനടിയൊന്നുമല്ല, ഏകദേശം രാത്രിക്ക് ശേഷമാണ്. അത് 9:30 അത്രയും സമയം നിങ്ങൾ വേറെ ആരെയും അറിയിച്ചില്ലല്ലേ പൂജാ കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങുന്നത്. സാർ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാർ, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് ട്രസ്റ്റിൻ്റെ അംഗത്തിലേക്ക് ഉണ്ടായിരുന്ന ആൾക്കാരെ ഞങ്ങൾ ഇതിൽ നിന്ന് അവരുണ്ടായിരുന്നവരെയൊക്കെ ഞങ്ങൾ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അവർ ഈ ക്ഷേത്രം ട്രസ്റ്റിന് വേണ്ടി ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ശത്രുതാ മനോഭാവമുണ്ട് എല്ലാവർക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഏക കാരണം നമ്മുടെ ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ തന്നെയാണ്. പറയുന്നത് കറക്റ്റാ കേൾക്കണം. കാര്യം പക്ഷെ ആ സമയത്ത് ഇപ്പൊ നിങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരാളും ആ നാട്ടിലില്ലേ? അഥവാ അച്ഛനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിശ്വാസികളായ ആരും ആ നാട്ടിലില്ലേ? സാർ, ഇതിൽ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞ ഒരു വയൽ വരമ്പത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വയൽ വരമ്പത്താണ് ഇരിക്കുന്നത്. വീടുകളെന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് തീരെ അടുത്തൊന്നുമല്ല, ഇച്ചിരി ദൂരെയാണ് സാർ ഇരിക്കുന്നത്. ഞങ്ങൾ അവരെയൊക്കെ അറിയിക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെയാണ് എല്ലാവരും അറിയിച്ചിട്ടുള്ളത്. അതായത് ഇത് പൂർണ്ണമായിട്ടും മൂടിക്കഴിഞ്ഞതിന് ശേഷം അല്ലേ? അതെ. പക്ഷെ ഒന്ന് നേരത്തെ അറിയിക്കേണ്ടതായിരുന്നില്ലേ സനന്ദൻ? കാരണം അവർക്കൊക്കെ ഒന്ന് വന്ന് കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടുമായിരുന്നു. മാത്രമല്ല വാർഡ് മെമ്പർ BJP പ്രതിനിധിയാണെന്ന് തോന്നുന്നു അല്ലേ? അവരെയും അറിയിച്ചില്ല. അതെ സാർ,
അവരെ ഞങ്ങൾ രാവിലെയാണ് അറിയിച്ചത്. അപ്പോഴേക്ക് ഇതെല്ലാം മൂടിക്കഴിഞ്ഞിരുന്നു അല്ലേ? അതെ. ഈ നമ്മൾ ഈ പൾസൊക്കെ പിടിച്ച് നോക്കിയ സമയത്ത് അച്ഛന് ചെറിയ ശ്വാസമോ ജീവനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തിരിക്കും സനന്ദൻ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? താങ്കൾ എന്താ കരുതുന്നത്? സാറ് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ സാറ് എന്തായാലും അച്ഛൻ ഇത് എന്തായാലും ഈ പൾസിലൊന്നും ഒരു അനക്കമില്ലായിരുന്നു അന്ന്. അല്ല, അത് രീതിയിലുള്ള ഒരു സനന്ദനോ രാജസേനനോ അത് തിരിച്ചറിയാനുള്ള ഒരു വൈദഗ്ധ്യം അതിനകത്ത് കിട്ടിക്കാണത്തില്ലല്ലോ. കാരണം നിങ്ങൾ വൈദ്യശാസ്ത്ര പഠനം ഡോക്ടറോ അതല്ലെങ്കിൽ അമ്മയ്ക്ക് അറിയാലോ. അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ അറിയാം അല്ലേ? അപ്പോൾ ശ്വാസം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു പക്ഷേ ഇനി ഈ മറ്റ് പ്രശ്നങ്ങളല്ല എന്നുള്ളത് നിങ്ങൾ മൂന്നുപേരും കൂടി ഉറപ്പിച്ചു. അതിലാണ് എനിക്കൊരു പ്രശ്നമുള്ളത് സനന്ദൻ. അതായത് ആളുകൾക്ക് സംശയം തോന്നുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതൊന്നും ഡോക്ടറെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് വിളിച്ചു വരുത്തുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അതാണ് ഒരു ആൾക്കാർക്ക് സംശയം. സാറിപ്പോൾ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഇതിലെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം എന്ന് വേണം പറയാം. കാര്യം ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സാർ എനിക്ക് ആദ്യം കേൾക്കണം. കേട്ടാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പറഞ്ഞോളൂ. ഈ ക്ഷേത്രത്തിന്റെ സമാധി ചടങ്ങ് സമാധി ആയതിനു ശേഷം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിനുള്ള പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം സാർ ഇത് അറിയണം. നേരത്തെ പറഞ്ഞ വഴിത്തർക്കമല്ലേ? അറിയണം. ജനങ്ങൾ ഇത് അറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. സാർ വഴി തർക്കം എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിമിൻ്റെ വകയാണത്. നാഗരുടെ പ്രതിഷ്ഠ പൊളിച്ചു മാറ്റണമെന്ന് ഒരുപാട് പ്രാവശ്യം ഇത് സ്റ്റേഷനിലും ഇത് കോടതിയിലും കളക്ടർ ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി ക്ലോസ് ചെയ്തതിന് ശേഷം അല്ലല്ല, ഞാൻ അതിലേക്കല്ല വന്നത്, ആ വഴിത്തർക്കത്തിലേക്കല്ല ഞാൻ വന്നത്. നമ്മൾ സംസാരിക്കുന്നുണ്ട്, എനിക്കൊന്ന് ആർ വി ബാബുവും ഉണ്ട്, നമ്മളുടെ പൊതുസമൂഹത്തിന് ഞങ്ങൾക്കും കൂടെ പറയാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഇത് തരണം. അല്ല, തീർച്ചയായിട്ടും തരാം നമുക്ക്. പക്ഷേ ഇതൊന്ന് പറഞ്ഞ് നിർത്താം. കാരണം ഈ മരണം നടക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ 3 കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്ന്, താങ്കൾ ആ സമയത്ത് മരണം നടക്കുന്ന സമയത്ത് താങ്കൾ ഉണ്ടായിരുന്നില്ല, അഥവാ സമാധി അടയുന്ന സമയത്ത് ശ്രീ സനന്ദൻ അവിടെയില്ല. ശരിയല്ലേ? ആണ്. സനന്ദന് കൃത്യമായിട്ട് അറിയില്ല എപ്പോഴാണ് സമാധി ആയത്. രാജസേനനും അമ്മയും രാജസേനന്റെ വൈഫും മാത്രമാണ് ഉണ്ടായിരുന്നത്. താങ്കൾ വരുമ്പോഴേക്കും പൾസും ശ്വാസവും ഇല്ല. പക്ഷേ ഈ വിവരം ഒരു ഡോക്ടറിനെ കണ്ട് സ്ഥിരപ്പെടുത്താൻ, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടോ അല്ലെങ്കിൽ മറ്റാളുകളെ കണ്ടോ അത് ഉറപ്പുവരുത്തിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് താങ്കളും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ട എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് ഇനിയും ഒരു സംശയം ഉണ്ടാകുന്നത്. ഒരു സ്വാഭാവികമായൊരു സംശയമാണ്. ഒരു അച്ഛന് അസുഖമാണ്, കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, സമാധിയാവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്. പക്ഷെ എന്നാലൊരു ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സനന്ദൻ കേൾക്കുന്നുണ്ടോ? അമ്മയും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? അമ്മയ്ക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ അമ്മ ഞാൻ ചോദിക്കുന്നത്? ഓക്കെ, അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അമ്മ ഞാൻ ചോദിക്കുന്നത് അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരു കാര്യം, നമ്മൾ റിപ്പോർട്ടെല്ലാം കറക്റ്റാണ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തതെല്ലാം സത്യമാണ്. ആ ഭഗവാനെ നിലനിർത്തി നമ്മളെല്ലാം ചെയ്തത് സത്യമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്റെ ക്ഷേത്രത്തിന് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമായിട്ട് ചെയ്താൽ ഈ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്നാ ചോദിക്കുന്നത്. അമ്മയുടെ ചെവിയിൽ ഇതൊന്ന് വെക്കട്ടെ. അമ്മയ്ക്ക് ഇത് വെച്ചാലാണ് അവിടുന്ന് ചോദിക്കുന്നത് കേൾക്കാൻ പറ്റും. ഒരു മിനിറ്റ്, ഈ ചെവി ഒന്ന് കാണിച്ചു. അമ്മ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അമ്മ ഞാൻ ചോദിക്കുന്നത് അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി ശരി കേൾക്കാം. രാവിലെ ഇപ്പം എനിക്ക് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടില്ലല്ലോ? ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലല്ലോ അമ്മ? ഇല്ല, നമുക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുമ്പോഴേ ഞങ്ങൾ സഹകരിക്കേണ്ട അത്യാവശ്യമാണ്. അതെ, അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിലാണ് സഹകരിക്കുന്നുണ്ട്. സത്യമേ വിജയിക്കുള്ളൂ. അതെ അതെ, നമുക്ക് ആ സത്യം ഒന്ന് അറിയിക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ അമ്മയോട് ചോദിക്കുന്നത്. സനന്ദൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു.
ഈ ഗോപൻ സ്വാമി സമാധിയാവുന്ന സമയത്ത് അമ്മയും ഇളയ മകനും ഭാര്യയും മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലേ? ഈ സമാധിയായി എന്ന് എങ്ങനെയാണ് അമ്മ മനസ്സിലായത്? ഒരു മാഡം, എൻ്റെ പോറ്റി എന്നുള്ള ഒരു മോനും ആ സമാധി സമയത്ത് അത് ഉള്ളിൽ ആളാണ്. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം പറഞ്ഞു. ഏറ്റവും ഇളയവനാണ് സമാധി സ്ഥലത്ത്, സമാധി ആയ സമയം. പിന്നെ ആദ്യത്തെ മോൻ കമ്പനിയിലായിരുന്നു. അവന് മാരുതി കമ്പനിയിൽ ജോലിയുണ്ട്. എനിക്ക് അവൻ്റെ കൂടെ രാജാനം പോറ്റീര ഭാര്യയും ഞാനും ആ സമയമില്ലായിരുന്നു. സമാധി ആയി എന്നുള്ള ബോധ്യമായപ്പം മോൻ ഓടിക്കൊണ്ട് വന്ന് അമ്മ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെയാണ് എന്ന് വന്ന് എൻ്റെ കൂടെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഓടി പെട്ടെന്ന് പോയി. അതിനിടയ്ക്ക് സനന്ദന ചേട്ടാ ഇതുപോലെ ഇന്നതാണ് അച്ഛൻ സമാധി ആയി എന്നുള്ള ഇതാണ്. ചേട്ടന് സംശയമില്ലാതിരിക്കാൻ പെട്ടെന്ന് എന്നെ ഫോൺ വിളിച്ചു. ആ ഫോൺ 11:15 വിളിച്ച ഫോണിൻ്റെ കോള് മൊബൈലിൽ കാണും. എനിക്ക് മൊബൈലായിട്ട് യാതൊരു ബന്ധവുമില്ല, മക്കൾക്കറിയാം. അത് നിങ്ങൾ കളക്ട് ചെയ്യണം. എന്ത്? ഹലോ, കേൾക്കാം. അപ്പൊ ഒരു 11:15 കൂടിയാണ് സമാധി ആവുന്നത്. അവിടെ ചെല്ലുമ്പോ അമ്മ എന്താ കണ്ടത്? കണ്ടത് ശ്വാസവും എല്ലാം പിടിച്ച് വായു അമർത്തി ഇങ്ങനെ നൂന്ന് സൂര്യന് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ നിവർന്നിരിക്കുകയാണ്. അപ്പം കാലിങ്ങനെ നന്നായിട്ട് ഇവർ ധ്യാനത്തിന് നമ്മൾ ഉയിരോടെ ഇരിക്കുമ്പം ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പത്മനാഭ സമയത്ത് ഇങ്ങനെ കാലിരിക്കുമ്പം അവർ ധ്യാനത്തിലാണെന്ന് പറഞ്ഞ് പിന്നെ അവർക്ക് നമുക്ക് ഗുഹയൊക്കെ ഉണ്ടായിരുന്നു, ആശ്രമങ്ങളുണ്ടായിരുന്നു. പിന്നെ ആശ്രമങ്ങൾ സമാധി സ്ഥലത്ത് എൻ്റെ ഭർത്താവ് പോയിട്ടുണ്ട്. ഞാൻ ഒരിടവും പോയിട്ടില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് പോകണമെന്ന് പറയും. അങ്ങനെയൊക്കെ നമ്മളുമായിട്ട് സംസാരിച്ചിട്ട് അറിയാവുന്ന എന്തെങ്കിലും ചാരിയിരിക്കുകയായിരുന്നു? ഒരിക്കലുമില്ല. ഈ കൈലാസനാഥൻ്റെ നടയിൽ നിന്ന് സത്യമാണ് ഞാൻ മാഡം പറയണത്. ഈ സത്യമാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ഇല്ലെങ്കിൽ മഹാദേവൻ നമ്മളെ വെട്ടിക്കൊന്ന് കീറും. അയ്യോ, അങ്ങനൊന്നും ചെയ്യണ്ടമ്മ. കാരണം നമ്മുടെ നാട്ടില് അതല്ല, ഇത് പൊതുവെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്തായാലും നമുക്ക് അതിന്റെ സത്യാവസ്ഥ അമ്മയ്ക്കും അറിയണം. സംശയം കൊണ്ടാണ് ഇപ്പൊ മോൻ്റെ സംശയം. അതെ, അമ്മയ്ക്കും അറിയണം, സനന്ദനും രാജസേനും ഒക്കെ അതിൽ കുറ്റക്കാരല്ല. കറക്റ്റാ പറയാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മ. അപ്പം അദ്ദേഹം ചാരിയിരിക്കുകയായിരുന്നില്ല. സാധാരണ രീതിയിൽ അമ്മ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മരിക്കുമ്പോൾ ആ മരണം ഉറപ്പുവരുത്താൻ ഒന്നുകിൽ ഡോക്ടറുടെ സേവനം നമുക്ക് വേണം, അതല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് മെമ്പറെ വിളിക്കും, അതല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ആൾക്കാരെ കൂടി ഒന്ന് വിളിച്ച് മരണം ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ചുകൂടി സുരക്ഷിതരാണ്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു, പെട്ടെന്ന് നമ്മൾ അദ്ദേഹത്തെ മറവ് ചെയ്യാനോ സമാധിയാക്കാനോ പോയാൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും. ആ സംശയമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോ ആ സമയത്ത് ഡോക്ടറെ വിളിക്കാൻ തോന്നാഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു സംശയം അമ്മ. കാര്യം അദ്ദേഹത്തിന് ചെറിയ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നത്. അത് ഒരു കാലിൻ്റെ വ്രണത്തിൻ്റെ പ്രശ്നം വന്നപ്പം സംഭവിച്ചത്. അത് സാധാരണ മനുഷ്യന് അങ്ങേക്ക് എൻ്റെ ഭർത്താവിന് 78 വയസ്സായി. സാധാരണ എല്ലാം പ്രായങ്ങളാകുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്രായമുള്ള മനുഷ്യർക്കും ഇങ്ങനെ. നമ്മളെ ഡോക്ടർ ആരെന്നറിയാമോ? കൈലാസനാഥ ക്ഷേത്രത്തിന് സാക്ഷി നിർത്തി ഞാൻ പറയുന്നത് സത്യമാണ് മാഡം. ചെവിയിൽ പോയോ? അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യണം. നമ്മൾ ദൈവമായിട്ട് കോണ്ടാക്ട് ആണ്. സ്വാമി പക്ഷേ സമാധിയാകുന്ന സമയത്ത് ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ടൊന്ന് ഉറപ്പുവരുത്താമായിരുന്നു. അതെന്താ വേണ്ടെന്ന് വെച്ചതമ്മ? ഈ ഡോക്ടർക്ക് സ്വാമി നമശിവായ, ഈ ഡോക്ടർക്ക് ബുദ്ധിയും കഴിവും ആരോഗ്യവും ഒരു മനുഷ്യനെ വലിച്ചു കയറാൻ ആരോഗ്യമല്ല ഈ ലോകനാഥൻ കൈലാസനാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സത്യമായിട്ട് ശിവനെ വിശ്വസിച്ച് നമ്മൾ ഞാൻ ധ്യാനം ഒരുപാട് മനസ്സിലാക്കി. അപ്പം മോൻ പറയുന്നത് സത്യം എന്ന് പറഞ്ഞാൽ ഈ ശ്വാസങ്ങളെല്ലാം എടുത്തെടുത്തെടുത്ത് ഈ ചമ്മണം കൂട്ടിയിരിക്കുന്ന വാക്ക് എൻ്റെ ഭർത്താവ് ധ്യാനത്തിന് ഇരിക്കുമ്പോഴേ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എനിക്കും കുറേയൊക്കെ ധ്യാനങ്ങളൊക്കെ അറിയാം. ഞാനും ഇരിക്കും, എൻ്റെ പോറ്റി ഇരിക്കും, എൻ്റെ കമ്പനി പോണ മോ ഇരിക്കും, എല്ലാവരും ധ്യാനത്തിലിരിക്കും. നമ്മൾ ഇരിക്കുമ്പോഴേ ഈ പത്മാസനത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ശ്വാസം പോവുകയോ നമ്മൾ സമാധിയാവുകയോ ചെയ്താൽ നമ്മൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലല്ലേ?
അതെ അതെ സമാധി ആയ ഇരി ഒരിക്കലും അറിയില്ല. യഥാർത്ഥത്തിൽ സമാധി ഇരിപ്പ് ഈ നമ്മുടെ പാദങ്ങളെ ഇങ്ങനെ ഇത് അവർ ഇങ്ങനെ എത്ര ആധാരങ്ങൾ ഇങ്ങനെ കടത്തി തട്ടായിട്ട് നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം പിടിക്കുമ്പം ബക്കറ്റ് താന്നല്ലേ വെള്ളം ആദ്യം വെള്ളം നിറയ്ക്കണത്. മനസ്സിലായമ്മ. അമ്മ കണ്ട കാര്യം അമ്മ സത്യസന്ധമായി പറയുന്നത്, അമ്മ ചെല്ലുമ്പോൾ പത്മാസനത്തിലിരിക്കുന്നു, ചാരിയിരിക്കുന്നില്ല. ആ സമയത്ത് ശ്വാസം പൂർണ്ണമായും പോയി, പൾസ് അതായത് നാഡീമിടിപ്പുകളില്ല, വയറുള്ളിലേക്ക് ശ്വാസം എടുക്കുന്നില്ല. അപ്പോൾ അമ്മയും ഇളയ മകനും കരുതിയത് സമാധിയായി എന്നാണ് അല്ലേ? പക്ഷെ ചാരി മറ്റൊന്നിലും ഇരിക്കുന്നില്ല, ഇങ്ങനെ നിവർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ചാരിയിട്ടില്ല. എനിക്ക് ഉറപ്പാണ്. നേരിട്ട് കണ്ടതിന് ശേഷമാണ് എൻ്റെ മോനെ ഞാൻ വിടുവോ. നമ്മള് ഇരിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോയാലേ ആ മരിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ വീഴാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇപ്പൊ സമാധിയാകുന്ന ആളുകളും അങ്ങനെയല്ലേ? ആ സമയത്ത് സമാധി ആയതിനു ശേഷം ഒന്നുകിൽ ശാരീരിക്കുകയോ അതല്ലെങ്കിൽ വീഴുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയില്ലേ ആ സമയത്ത്? അതാണ് ഒരു സംശയം. അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ കിടത്തുകയോ മറ്റോ ചെയ്തോ അതോ എന്തെങ്കിലും ചാരി ഇരുത്തിയോ? അയ്യോ ശിവശിവ, നമ്മൾ ഉള്ള സത്യം പറയണം മാഡം. നമ്മൾ ഭഗവാനെ ഓർത്ത് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്ര അവരുണ്ടാക്കിയ പീഠത്തിൽ അവർക്ക് ചെന്ന് ഇരിക്കാനും സാധിക്കില്ല, ഭഗവാന്റെ അനുമതിയില്ല ഇരിക്കാനും സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരാണ് പോലും കാണാതെ ചെയ്യാൻ ഭഗവാന്റെ അനുമതിയോടെ, ഞങ്ങൾ ഭഗവാന്റെ അനുമതിയോടെയാണ് ഓരോന്ന് ചെയ്തത്. ഓരോ യാമപൂജ കറക്റ്റാക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് രാമമുഹൂർത്തം കറക്റ്റാക്കി, പിന്നെ തിരുവാതിര നക്ഷത്രം ബ്രാഹ്മമുഹൂർത്തം എന്നല്ലേ അമ്മ ഉദ്ദേശിച്ചത്? ബ്രാഹ്മമുഹൂർത്തം അല്ലേ? അതെ. അതെല്ലാം കറക്റ്റാക്കി, തിരുവാതിര നക്ഷത്രം കറക്റ്റാക്കി. ധനുമാസത്തിലെ തിരുവാതിര കലണ്ടർ എടുത്തോണ്ടോ മക്കളെ കാണിച്ചു കൊടുക്കും. പക്ഷെ ധനുമാസത്തിലെ തിരുവാതിര ഇന്നലെ ആയിരുന്നു. ധനുമാസ തിരുവാതിര തിങ്കളാഴ്ച മക്കളെ, എന്ന് വ്യാഴാഴ്ച ദിവസം ആയി. വെള്ളിയാഴ്ച. അതെ, ഇന്ന് ശനി ഞായർ. കലണ്ടർ ഉണ്ടല്ലോ. മനസ്സിലായി, എനിക്കത് മനസ്സിലായി. 11:15 അമ്മയും അനിയനും അത് കാണുന്നു. 12 മണിയോടുകൂടി സനന്ദൻ വരുന്നു. പിന്നെ രാവിലെ 3:30 മണി വരെ ഈ വിവരം വേറെ ആരെയും അറിയിച്ചില്ല. അതെന്താണമ്മ വേറെ ആരെയും അറിയിക്കാതിരുന്നത്? അവിടെ വാർഡ് മെമ്പറുടെ അടുത്തെങ്കിലും പറയായിരുന്നു. അപ്പൊ അവര് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കരുത്തായി. സത്യം പറയാല. പറഞ്ഞോളൂ മേഡം, ഞാൻ ഉള്ള സത്യം പറയാം. നമ്മൾ ഭഗവാന്റെ ക്ഷേത്ര ജോലിക്കാരാണ്. നമുക്ക് ഒന്നിന് കഴിയില്ലെങ്കിൽ കൈലാസം നമ്മൾ കൂടെ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ ക്ഷേത്രം ഞങ്ങൾ 10-25 വർഷത്തെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. കൈലാസ ശിവരൂപം അറിയോ? ഹിന്ദു ആണെങ്കിൽ മനസ്സിലാകും. ആ ശിവരൂപമാണ് ആദ്യം പൂജകൾ തുടങ്ങിയത്. ആ പൂജ ചെയ്ത ആ അമ്പലം ഇതായിരിക്കുന്നത്, ചെറിയ വാതിൽ. അങ്ങനെ അവിടെ ഇരുന്നും കൊണ്ട് ശിവലിംഗേ മനുഷ്യന്മാർക്ക് തൊഴാവൂ, ഷടാധാര പ്രതിഷ്ഠയോടാണ് ശിവലിംഗം നമ്മൾ പ്രതിഷ്ഠിച്ചത്. അപ്പം പത്മതളം ഭൂമി അടി മുതൽ അങ്ങനെ ഒരിക്കലുമില്ല, എനിക്കറിയാന്നുള്ളതാണ്. ഈ ഭൂമി മുതൽ ഷടാധാരം ചെയ്ത് നമ്മൾ തീർത്ത വെള്ളം എവിടെ ചെന്നെടുത്തു മക്കളെ? യാതാരുവി അത് കുഴപ്പമില്ല. എന്റെ സംശയം ഈ വൈകുണ്ഠസ്വാമിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? കുടുംബത്തിനോ അല്ലെങ്കിൽ മരിച്ചുപോയ ഗോപൻ സ്വാമിക്കോ? അത് മരുത്തമലയിൽ ഒരു അത് മരുത്തമലയിൽ എൻ്റെ ഭർത്താവിന് ആശ്രമം ഉണ്ടായിരുന്നു. ഹലോ, കേൾക്കാം. മരുത്തമലയിൽ ഭർത്താവിന് ആശ്രമമുണ്ട്. എത്ര വർഷത്തേക്ക് മുമ്പുള്ള ആശ്രമം എന്നറിയാം, ഇന്നും ഇന്നലെയൊന്നുമല്ല. മനസ്സിലാക്കണം. ധ്യാനത്തിലിരിക്കുന്ന എൻ്റെ ഞങ്ങൾ കിടക്കുന്ന എന്നെ കല്യാണം കഴിക്കും മുമ്പേ അവർക്ക് ധ്യാനമാണ്. എന്നെ കല്യാണം സമയത്ത് അദ്ദേഹം ലോഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? 1 മാസം ആയപ്പം ചുമട്ടുതൊഴിലാളിയും കൂടിയായിരുന്നു ആ സമയത്ത്. അന്ന് ആ സമയം അന്ന് അവർക്ക് നെയ്ത്തായിരുന്നു. അവർക്ക് നെയ്ത്തായിരുന്നു അന്ന് എന്നെ കല്യാണം കഴിച്ചപ്പോൾ. പിന്നീടാണ് വീട്ടിലാണ് എന്നെ കെട്ടിക്കൊണ്ടുപോയത്. ഞങ്ങൾ അല്ല, അത് വർഷങ്ങളാ കഴിഞ്ഞതിന് ശേഷം 3 പിള്ളേരൊക്കെ ആയി ചുമട്ട് തൊഴിലാളി പല പണികൾ ചെയ്താണ് നമ്മൾ നമുക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഓരോ പണിയും ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട കുടുംബമാണെന്ന് മനസ്സിലായി. ആ വീട് ആ സമയത്ത് ഈ
വൈകുണ്ഠസ്വാമിയുടെ മരുത്വാമലയിൽ സ്ഥലം ഉണ്ടായിരുന്നു? സ്ഥലം ഈ നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചല്ല, അവിടെ ധ്യാനത്തിന് ഗുഹയിലൊക്കെ ചെന്നിരിക്കുമ്പോഴേ ഗുഹയിൽ സ്വാമിമാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം വേസ്റ്റ് ആൾക്കാർക്ക് നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചില്ല, ആൾക്കാർക്ക് ധ്യാനത്തിനുള്ള സ്ഥലമാണല്ലോ മരുത്വമല, അറിയാന്നുള്ളവർക്ക് അറിയാം. അപ്പം അവിടെ ധ്യാനത്തിനുള്ള സ്ഥാനം പാറയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാനും പോയിട്ടുണ്ട് മരുത്വമലയിൽ, അവിടുത്തെ ഗുഹകളെല്ലാം ഞാൻ കയറിയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. ആ മരുത്വമല ഗുഹയിലെല്ലാം ഇരുന്നിട്ടുണ്ട്. ആശ്രമത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആശ്രമം അവിടെ ഉണ്ടായിരുന്നു. അല്ല, ആ ആശ്രമത്തിന്റെ പേര് കോമ്പെ ആശ്രമം. ഓക്കെ ഓക്കെ, ശരി. അല്ല, ഞാനൊന്ന് മനസ്സിലായി, കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ 11:15 സമാധി കഴിഞ്ഞു. രാവിലെ 3:30-4 മണി വരെ ഈ വിവരം മറ്റാരെയും അറിയിച്ചില്ല. അതാണ് അമ്മ പറഞ്ഞു വന്നത്. എന്താണത് മറ്റാരെങ്കിലും ഒന്ന് അറിയിക്കാതിരുന്നത്? അടുത്തൊരുപാട് ബന്ധുക്കളോ അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെയോ ഇനി അതും അല്ലെങ്കിൽ ഡോക്ടറെയോ ആരെങ്കിലും ഒന്ന് വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഈ കുഴപ്പം വരില്ലായിരുന്നു. അതെ, അത് നമുക്കറിയാം, മനസ്സിലായി. പക്ഷെ നമ്മൾ ഭഗവാന്റെ പൂജകൾ കഴിഞ്ഞ് കുളിച്ച് പൂജകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചും കൊണ്ടാണല്ലോ പതിവാണ് ധ്യാനത്തിന് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സമാധിക്കാണ് പോകണമെന്ന് നമുക്ക് അറിഞ്ഞൂടല്ല. നിത്യവും ധ്യാനത്തിന് ഈ ജോലികളൊക്കെ നിർത്തി ആരോഗ്യം കുറഞ്ഞപ്പോൾ അവർ ധ്യാനം മാത്രം ക്ഷേത്രത്തിൽ കർപ്പൂര ദീപാരാധന കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ക്ഷീണമായതുകൊണ്ട് ഒരു ചായം കൊടുത്തേ കോവിലൊക്കെ നമ്മൾ വിടുകയുള്ളൂ. മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഇവർ ധ്യാനത്തിൽ പോകുമ്പോൾ നമ്മുടെ അടുക്കള പണിയും വീട് പണിയും നമുക്ക് ഈ വീട്ടുകാര്യം മാത്രമല്ല, നമുക്ക് ക്ഷേത്രത്തിനകത്ത് തട്ടം പൂജ കഴുകണം, തട്ടങ്ങൾ കഴുകണം, പൂ കെട്ടണം, പരിസരം വൃത്തിയാക്കണം, പിന്നെ ക്ഷേത്രത്തിൽ പറഞ്ഞ തുണികൾ കഴുകി ഉണക്കണം, പിന്നെ നമ്മൾ ശരീരം വൃത്തിയാക്കണം. ഇങ്ങനെ ഇത്തിരി ജോലികളുണ്ട്. അപ്പോൾ അടുത്ത വീടുകളൊന്നും നമ്മളിങ്ങനെ പരസ്യമായിട്ട് ചെന്ന് ഇരിക്കില്ല. മനസ്സിലാക്കണം. നമ്മുടെ ജോലി ചെയ്യുക, അടുത്ത വീടുകളായിട്ട് നമ്മൾ പരസ്യമായിട്ട് പോകില്ല. കാരണം എന്താണെന്നറിയാം, നമുക്ക് അതിനുള്ള സമയമില്ല. ഇത്തിരി സമയം കിട്ടുമ്പോൾ നമുക്ക് റെസ്റ്റ് ഇല്ല ഇപ്പൊ. അതുകൊണ്ട് അല്പം സമയം കിട്ടുമ്പോൾ ആ സമയത്തും, അതായത് സമാധി ആവുന്ന ദിവസം രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ സ്വാമി? രാവിലെ ഭക്ഷണം വലുതായിട്ട് കഴിച്ചില്ല. അവർ 3 ദിവസത്തേക്ക് മുമ്പ് ആഹാരങ്ങളൊക്കെ എത്ര കൊടുത്തിരുന്നാൽ, അല്ലെങ്കിൽ 4 ദോശയൊക്കെ ഒരാഴ്ചക്ക് മുന്നായിട്ട് തിന്നുമായിരുന്നു. പിന്നെ അവർ ഒരു ദോശയായി. അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് എനിക്ക് ഇനി ദോശ വേണ്ട, എനിക്ക് നല്ല പൊടിയരി കഞ്ഞി പോലെ കുറച്ച് കഞ്ഞി റെഡിയാക്കണം. ഞങ്ങൾ രാവിലെ പതുപോലെ ചോറും കറിയൊക്കെ തയ്യാറാക്കും. അതിൽ നിന്ന് വെന്ത ചോറ് കുറച്ചെടുത്ത് എല്ലാ കറികളും അതിൽ ചേർത്ത് ഇങ്ങനെ കുഴമ്പ് പോലെ, ഈ നമ്മൾ പായസം ഉണ്ടാക്കും പോലെ ഇങ്ങനെ കുഴമ്പ് പോലെയാണ് ഇവരെ ആഹാരം. നമ്മൾ പിന്നെ കൊടുത്താലേ തിന്നുള്ളൂ. ചെറിയൊരു അസുഖമുള്ളതുപോലെ എന്തെങ്കിലും തോന്നിയിരുന്നോ ആ സമയത്ത്? ഈ സമാധിയാവുന്ന ദിവസം രാവിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട്, ഇപ്പൊ ഭക്ഷണം വേണ്ടാന്ന് വെച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും അസുഖം ഉള്ളതായിട്ട് തോന്നിയിരുന്നോ? പറഞ്ഞാൽ അത് കഞ്ഞി സത്യമായിട്ട് കൈലാസനാഥനാണ്. അവർക്ക് അസ്വസ്ഥത ഒന്നും നമുക്ക് തോന്നിയില്ല. പതിവായിട്ട് കഴിക്കുന്ന ആഹാരങ്ങൾ അവർ കുറച്ച് പതിവായിട്ട് ഓരോ ദിവസം ഓരോ ദോശ കുറച്ച്, പിന്നെ ഉച്ചയ്ക്ക് ഊണ് നിർത്തി, പിന്നെ വൈകുന്നേരത്തെ ഊണ് നിർത്തി, പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഒന്നാത്തോണ്ട് പാല് കാച്ചി കൊടുക്കും. മനസ്സിലാക്കണം. അതിനുശേഷം എന്താ പറ്റിയതമ്മ? അതിനുശേഷം എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, 11 മണിയാവുന്നതിന് മുമ്പ് പാല് 1 ഗ്ലാസ് കൊടുക്കുമ്പോൾ പാലും 1 ഗ്ലാസ് കൊടുത്ത പകുതി വെച്ച് ഈ കഞ്ഞിയും കൊണ്ട് നിത്യം കൊടുക്കണ കഞ്ഞി കുറച്ചേ കഴിച്ചോളൂ, മതി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത് ഞാനാണ് എടുത്ത് ആ കഞ്ഞി വച്ചിരുന്ന അയ്യം ഞാൻ എടുത്ത് കുടിക്കും. അതുപോലെ പാല്, അതേപോലെ പിന്നെ എന്ത് കഴിച്ച് നിവേദ്യം, അന്ന് നിവേദ്യം ഭഗവാന് കൊടുത്ത ആ നിവേദ്യം കഴിച്ച്. അത് അവർക്ക് പണ്ടേ പഴം ഇഷ്ടമാണ്. ഭഗവാന്റെ നിവേദ്യം ദിവ്യാദ്യമായിട്ട് ഭഗവാന് കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കും. ആ നിവേദ്യം കഴിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങള് പഴം തിന്നാണ്. അവർക്ക് ഈ പഴം കണക്കില് ഇപ്പം ഞങ്ങൾ ഇൻസുലിനാണ് വെച്ചോണ്ടിരിക്കുന്നത്. കാരണം ഗുളിക കുടലിന് അതിനുള്ള ആഹാരം കഴിക്കാത്തോണ്ട് എടുക്കുന്നുണ്ട്. ഒന്ന്, രണ്ടാമത്തേരും എനിക്കും അങ്ങനെ ഇൻസുലിൻ ഉണ്ട്. ഞങ്ങൾ പഴങ്ങളൊക്കെ കൂടുതൽ ഇറച്ചി മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഷുഗർ എളുപ്പം വരും. കാരണം തേന്, നെയ്യ് ഭഗവാന് നിവേദ്യം കഴിക്കുന്ന അങ്ങനെയാണല്ലോ, തേന്, നെയ്യ് ഇങ്ങനെയുള്ള. അപ്പം ഞങ്ങൾ നിത്യം അത് കളയില്ല, കഴിക്കും.
പ്രത്യേകിച്ച് ക്ഷീണമൊന്നും തോന്നിയില്ല. 11 മണിയപ്പോ അമ്മയെടുത്ത് പറഞ്ഞിരുന്നോ ഞാൻ സമാധിയാവാൻ പോവുകയാണെന്ന് അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മോനോട് മാത്രമേ പറഞ്ഞുള്ളൂ, രാജസേനോട് മാത്രമേ പറഞ്ഞുള്ളൂ. 2 ദിവസത്തേക്ക് അത് 2 ദിവസത്തേക്ക് മുമ്പ് വെളുപ്പാ രാവിലെ പിന്നെ ഇങ്ങനെ എന്നെ വിളിച്ച് കൈ തട്ടി. അപ്പം കൈ തട്ടിയപ്പോൾ അവർക്ക് അങ്ങ് അത്ര ബലമൊന്നുമില്ല. കൈ തട്ടിയപ്പോൾ എന്നെ വിളിച്ച്. ഞാൻ കേട്ടോ എന്ത് ഞാൻ പോവും കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അത് കാര്യത്തിലടി. ഞാനും ഉറങ്ങി വെളുപ്പാ രാവിലെ ഞാൻ ഇങ്ങനെ ഉറങ്ങി കിടന്നപ്പോൾ ഞാൻ ചുമ്മാ അവിടെ കിടന്ന് ഉറങ്ങും ഞാൻ കളിയാക്കി. ഇങ്ങനെ സമാധിക്കാണെന്നുള്ള നാമം നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നിൽക്കുമ്പോൾ പറയും എനിക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോകണം. ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഇവർക്ക് യാത്ര കുറഞ്ഞത്. ഇല്ലെങ്കിൽ വീട്ടിൽ കാണൂല ആള്. പലയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പെൻഷനായ ശേഷം വല്ലപ്പോഴും കോമ്പ ആശ്രമത്തിൽ പോകും. അന്വേഷിച്ചറിയാം. കോമ്പ ആശ്രമത്തിൽ ചെന്നാൽ അവിടെ സ്വാമിമാർക്കെല്ലാം അറിയാം. മരത്തമേലെ പെയ്യ ഗോപസ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ ലോകം ഒട്ടാകെ പോണെന്ന് ഇപ്പോഴാണ് പറഞ്ഞത്. അല്ലാതെ സമാധിക്ക് ഇവരെ ഇരിപ്പും പോക്കും എല്ലാം നമ്മൾ ആക്ഷേപിക്കുകയില്ല. അവരെ ഇഷ്ടം പോലെ ഭഗവാനെ പൂജിക്കണേലേ. അപ്പം ഭഗവാനെ പൂജിക്കുമ്പം ഭഗവാൻ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് ഇതാ തന്നു ഒരു മൊബൈലും ഇങ്ങനെയുള്ള സാധനവും. ദൈവം അനുവദിക്കാതെ വർക്ക് ചെയ്യൂ, ഇതെല്ലാം വർക്ക് ചെയ്യൂ. നമ്മളെ തലച്ചോറ് നമ്മളെ അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറേയൊക്കെ എനിക്ക് മനസ്സിലായി, കുറേയൊക്കെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനകത്തൊരു പ്രശ്നമായിട്ട് ഇപ്പൊ അമ്മ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്നത്, അമ്മയെ ആരെങ്കിലും ഇത് ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, രാജസേനയും ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു നിയമപ്രശ്നം എന്ന് പറയുന്നത്, അമ്മ ഇത് മറ്റൊരാളെ അറിയിച്ചിരുന്നെങ്കിൽ, ഒരു ഡോക്ടറെ അറിയിച്ചിരുന്നെങ്കിൽ, പഞ്ചായത്ത് മെമ്പറെയെങ്കിലും ഇത് അറിയിച്ചിരുന്നെങ്കിൽ, അവർ വന്നൊന്ന് കണ്ട് ആ മരണം ഒന്ന് ഉറപ്പ് വരുത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഒരു സംശയമുള്ളത്, നിങ്ങളിൽ 3 പേർക്കും ഈ വൈദ്യപഠനം അറിയില്ലല്ലോ. അപ്പോ ശ്വാസമുണ്ടെന്നോ നാഡീമിടിപ്പ് ഇല്ലെന്നോ എന്തോ അതെ. അപ്പം ഇതെല്ലാം നിലച്ചുപോയി എന്നുള്ളതൊന്ന് ഒരാൾ സാക്ഷ്യപ്പെടുത്തണം എന്നുള്ള ഒരാളൊന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്താതെ ഈ ഋഷിപീഠത്തിലിരുത്തി സംസ്കാര കർമ്മം നിർവഹിച്ചു എന്നുള്ളതാണ് ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ. അത് രാവിലെ എത്ര മണിക്കാ പിന്നീട് മാഡം? അതെ, ഞങ്ങള് സമാധി പൂജയെല്ലാം തീർന്നപ്പോ വെളുപ്പാ രാവിലെ 3:30 കഴിഞ്ഞു. അതായത് 11:15 മരിച്ചു. ആ പകൽ മുഴുവൻ വീട്ടിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്നു, ഋഷിപീഠത്തിൽ ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ ആ കർമ്മങ്ങളും ഋഷിപീഠം സ്ലാബിട്ട് പൂർണ്ണമായിട്ടും അടച്ച് രാവിലെ വിളക്ക് കൊളുത്തുന്നത് വരെ അത്രയും സമയം മറ്റാരും ഇത് അറിഞ്ഞില്ല അല്ലേ? ഒരിക്കൽ സംശയം. മാഡം പറഞ്ഞ കറക്റ്റ് എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഇവിടെ ശരിയാണ്. ഒന്ന് ഈ 11:15 ഇത് സംഭവിച്ചെങ്കിലും മൂത്ത മോനെ വിളിച്ചു, അടുത്ത് ഞങ്ങളെല്ലാവരും വിളിച്ചു. ഇത് തന്നെ 1 മണിക്കൂർ നമ്മൾ അതിന് വെയിറ്റ് ചെയ്തു, ജീവനുണ്ടോ ഇല്ലേന്ന്. അതെല്ലാം കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞ ആ പോറ്റിയിലൂടെ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ഇടപെടുമ്പം അതിനും സമയമെടുത്തു. ഇതിന് ഉടൻ തന്നെ ഞങ്ങൾ ഇല്ലേ ഇതിനിടയിലെല്ലാം ഞങ്ങൾ ഈ സമാധി എന്നുള്ള സാധനം ആർക്കും കണ്ടുകൂടാ എന്നുള്ളത് മുമ്പേ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അതും എനിക്കറിയാം. മോൻ പറഞ്ഞ് അമ്മ അങ്ങനെ ഇവിടെ കിടന്ന് വിളിക്കല്, വിളിച്ച അച്ഛൻ്റെ പൂജ വന്നു. പിന്നെ അത് ലോകത്താർക്കെങ്കിലും. അപ്പം സമാധി ആയത് ഞാൻ ചെന്ന് ഓടിച്ചെന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ ഇരിപ്പും കാര്യങ്ങളെല്ലാം കാണുമ്പം തന്നെ അറിയാം. ഞാൻ ഒരുപാട് ഗുഹയിലും അങ്ങും ഇങ്ങുമൊക്കെ മരത്തമലയിൽ ആലിൻ്റെ മൂട്ടിൽ എത്രയും ശിവലിംഗം ഉള്ള ഗുഹയ്ക്കകത്ത് ഇരുന്ന് ധ്യാനിച്ചവളാണ് ഞാൻ. അപ്പുറം എനിക്ക് പറയാനില്ല. സമാധി എന്ന് സത്യമാണ്. എനിക്ക് മനസ്സിലായി. അമ്മ പറയുന്നത് അമ്മ കണ്ടത് അമ്മ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതിലൊരു കുഴപ്പമുള്ളത് എനിക്കൊന്ന് അമ്മ ഇനിത് അവരുമായിട്ടൊക്കെ സഹകരിക്കുന്ന ഘട്ടത്തിൽ ഇത് മരണം സംഭവിച്ചിരുന്നോ ആ സമയത്ത് എന്നുള്ളത് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു കേട്ടോ. അത് മരണം ആ സമയത്ത് 11:15 മുമ്പ് മരണം സംഭവിച്ചിരുന്നു. പൊന്നു മേഡം 4 മണിക്ക് മുമ്പേ ഞങ്ങൾ ഉറപ്പിക്കും മുമ്പേ എൻ്റെ മോനെ ഭസ്മൊക്കെ വാങ്ങിച്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചതിന് ശേഷം ഈ സ്ലാബും മറ്റുമൊക്കെ ഇട്ട് പൂർണ്ണമായിട്ട് മൂടുന്നത് എപ്പോഴാണ്? ഇത്രയും ഞാൻ പറയട്ടെ. അത് 4:30 ശേഷം
വെളുപ്പാരാവിലെ 4 ശേഷം അത് മൂടാൻ വെളുപ്പാരാവിലെ 4 ശേഷം പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വെളുപ്പാരാവിലെ നമശിവായ പൂർണ്ണമാക്കണം. അത് അവർ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് വെളുപ്പാരാവിലെ 4 ശേഷമാണ് ഉയരത്തെ സ്ലാപ്പ്, അതും എൻ്റെ ഭർത്താവ് കരുതിയിരുന്ന സ്ലാപ്പ് പത്മവീടും എല്ലാം. അത് അതിലേക്ക് വെക്കുന്നത് ആരാണ്? നാട്ടുകാരുടെ പറയാം. ഈ അമ്മ ഗോപൻ സ്വാമി എടുത്ത് അതിലേക്ക് വെക്കുന്നത് ആരായിരുന്നു? 2 മക്കളും കൂടെ തന്നെ. 2 മക്കളും കൂടി എടുത്തു വെച്ചു. അപ്പോഴും നിവർന്ന് തന്നെ ഇരിക്കുകയായിരുന്നു. കൈലാസനാഥ സത്യമാണ് പറയണത്. സമാധിക്ക് ചെന്ന് അവർ ഇരുന്നതിന് ശേഷം സ്ലാപ്പാണ് പൊക്കി വെച്ചെന്ന് ഞങ്ങൾ പറയണത്. സ്ലാപ്പേ ആ ഉയര അടയ്ക്കുന്ന സ്ലാപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ കൂടുതൽ ധർമ്മസങ്കടത്തിലാക്കരുത്. ഇനി ക്ഷേത്രനടയിൽ നമ്മളെ ദുഷ്ടവേല ചെയ്യണമെങ്കിൽ ദൈവമല്ലേ നമ്മളെ ശിക്ഷിക്കാൻ. ശരിയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ നിയമവും കോടതിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പോലീസ് അവർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും, അമ്മയുടെ വിഷമം മനസ്സിലാവും. ഇത്രയും കാലം കൂടെ ജീവിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ അതിലെ ആഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് നടക്കണം, അതേസമയം തന്നെ ഈ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തു വരികയും വേണം. എന്തായാലും അമ്മ അത് ഗൗരവത്തോടു കൂടി ഇത് പരിഗണിക്കുക. എന്താണെങ്കിലും അമ്മ പറയാനുള്ളത് മുഴുവൻ അമ്മ പറഞ്ഞത് അതേപടി തന്നെ എല്ലാവരെയും കേൾപ്പിച്ചിട്ടുണ്ട്. അവരത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. പോലീസും ബാക്കി കാര്യങ്ങളും നടപടികളുമായി വരികയാണെങ്കിൽ അതിനോട് സഹകരിക്കുക. നമ്മുടെ രാജ്യത്ത് ഈ നിയമവ്യവസ്ഥ ഉള്ളത് കൊണ്ടേ നമുക്ക് അങ്ങനെയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് വേണം. രാജസേനൻ അവിടെ ഉണ്ടോ? രാജസേനൻ മേഡം, എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും കൂടെ കേൾക്കണം. മേഡം ഇത്രയും കൂടെ നാട്ടുകാരെ അറിയിച്ചില്ല. നാട്ടുകാരെ പരാതിയാണ് മേഡം, നാട്ടുകാരെ പരാതിയാണ്. ഇപ്പം നിങ്ങളെ സംശയം. ഈ നാട്ടുകാർ ഞങ്ങൾ ഈ നാട്ടുകാരെ പ്രവൃത്തിയുടെ റെക്കോർഡിംഗ് ഒക്കെ ഈ പോലീസ് ഓഫീസർ, നേറ്റിങ്ങര പോലീസ് ഓഫീസർ, വക്കീലിനൊക്കെ എല്ലാ റെക്കോർഡും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാട്ടുകാരെ ഞങ്ങളെ ഉപദ്രവിക്കണം എല്ലാം. അവരെ ഉപദ്രവം സഹിക്ക വയ്യാതെ ഞങ്ങൾ ഗേറ്റിട്ട്, ഞങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടല്ല, നാട്ടുകാരെ ഉപദ്രവം സഹിക്ക വയ്യാതെ ഞങ്ങൾ ഗേറ്റിട്ട് ഇവിടെ വന്ന് നോക്കണം നമ്മളെ സാഹചര്യങ്ങൾ. നമ്മൾ വേലിയും കെട്ടി ഈ ക്ഷേത്ര നടയിലിരുന്നും കൊണ്ട് ക്ഷേത്രത്തിനെ പൂട്ടാൻ വേണ്ടി താറാക്കോഴിയെ ആ ഓടയിലിട്ട് വളർത്തി മീനുകളെല്ലാം കൊണ്ടുവന്ന് താറാക്കോഴിക്ക് സന്ധ്യാകുമ്പം കൊണ്ട് തട്ടും. ഈ കാക്കകൾ മീനിൻ്റെ നാറ്റം കൊണ്ട് കോവിലിൽ മീനുകൾ കൊത്തി കൊണ്ടുവച്ച് അങ്ങനെ നാറ്റകം കോഴിയെ ഇങ്ങനെ ഈ തുറപ്പ് കൊണ്ട് അടിച്ച് കോവിൽ ഇതെല്ലാം ഞങ്ങൾ മേഡം ഈ പരിസരത്ത് വന്ന് നോക്കാം. ശരിയാണ്. അപ്പം അതെന്തായാലും ആ വഴിക്ക് പോട്ടെ, അതൊക്കെ പോലീസുകാരോട് പറയുക. ഞങ്ങൾ വേലിയാണ് കെട്ടിയത്. അപ്പൊ ആരും വരല്ലേ എന്നല്ല ഞങ്ങൾ ആ വേലി കെട്ടിയത്. ഞങ്ങളെ പട്ടി, ഈ മീൻ തിന്നാൻ കോഴി, കാക്ക, പട്ടി, ഇതിനിടയിൽ പട്ടി തിന്നുകൊണ്ട് കോഴിയെ നമ്മളെ ഈ ഗേറ്റ് ഇടേണ്ട സ്ഥലത്താണ് കടിച്ചും കൊണ്ട് വന്നിട്ടതും. പട്ടി നമ്മളെ പശുവിൻ്റെ അടയാളം വരെയുണ്ട്. ഇവിടെ കെട്ടിയിരുന്ന പശുവിനെ കടിച്ച് ആ പട്ടികൾ കടിച്ച് ഞങ്ങൾ എത്ര മാസം ആ പശുവിനെ ചികിത്സിച്ചെന്നറിയാം. അതൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് സംഭവിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാണ്. ഈ പശുവും പൂച്ചയും ഒക്കെ എന്റെ സംശയം അമ്മ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. അത് പോലീസുമായിട്ടും ഒക്കെ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അമ്മ ഈ പറഞ്ഞത് ഞാൻ കേട്ടു. അമ്മ അതിനകത്ത് വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ വിശ്വംഭരൻ എന്ന് പറഞ്ഞില്ലേ നമ്മളെ തൊട്ടടുത്ത്, അവരാണ് ഇത്രയും ദ്രോഹം നമുക്ക് ചെയ്തത്. ഈ വിശ്വംഭരൻ ബന്ധുവാണോ? ഈ വിശ്വംഭരൻ ഇവിടുത്തെ ന്യൂസ് എല്ലാം ഒരിക്കലല്ല. അവര് ഇങ്ങനെ ഊരാളിയാണ് ജാതി. നമ്മളെ ബന്ധുവൊന്നുമല്ല. പിന്നെ നമ്മള് അപ്പൊ ശരി അമ്മ, അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. അപ്പോ ബാക്കി എന്താന്ന് വെച്ചാൽ അതേപടി നടക്കും. അമ്മ പറഞ്ഞത് മുഴുവൻ എല്ലാരും കേട്ടു. രാജസേനൻ അടുത്തുണ്ടോ? രാജസേനൻ ഓക്കെ, ശരി, കുഴപ്പമില്ല അമ്മ. ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ സമാധാനമായിട്ടിരിക്കുക. രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കുക. എനിക്ക് നല്ല ഞാൻ കഴിക്കാം. ഞാൻ ചായ കുടിച്ച്. എന്നാലും നമുക്ക് എല്ലാം സത്യം വിജയിക്കാൻ ഒത്തിരി കഷ്ടമുണ്ട് മാഡം. അത് എന്തായാലും അത് നിയമം കോടതിയൊക്കെ ഉള്ളത് കൊണ്ടേ അത് മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു സംശയം തോന്നിയാൽ അത് പോലീസിന് സംശയം തീർക്കണം. അത് ഒരു നിയമവ്യവസ്ഥയാണ്. അതാണ് നിങ്ങൾക്കും നല്ലത്. മരണം 11:15 മുമ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്, നിയമത്തിന് മുന്നിൽ സുരക്ഷിതരാണ്. ബാക്കി കാര്യങ്ങൾ ആചാരമൊക്കെ അതുവഴി നടക്കട്ടെ. അപ്പോൾ ശരിയമ്മ, നന്ദി ഇത്രയും സമയം സംസാരിച്ചതിൽ. അമ്മയ്ക്കും പ്രായമായി എന്നെനിക്കറിയാം. താങ്ക് യു. നമുക്കിപ്പം സനന്ദനും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് അമ്മയും സനന്ദനും പറഞ്ഞത്.